പണ്ടൊക്കെ CPM-കാർ മുദ്രാവാക്യം വിളിച്ച് നടക്കാറുണ്ടായിരുന്നു. ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി, അരി എവിടെ, തുണി എവിടെ, പണി എവിടെ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നടന്നൊരു കാലമുണ്ട്. ഇപ്പം അവരോട് തന്നെ ചോദിക്കുകയാണ്, ആരാ നിങ്ങളുടെ നേതാവ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഭാരതത്തിൽ നടക്കുന്ന ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? നിങ്ങൾ ജയിച്ചാൽ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി, ഇന്ത്യ മുന്നണിയുടെ ഒരു പരിപാടി എന്താണ്? ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടോ? പരിപാടിയില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായി ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ പറയാനുണ്ട്. ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വിജയ വൈജയന്തി പാറിപ്പറപ്പിച്ചുകൊണ്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. അതുപോലെ തന്നെ പരിപാടി, ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കും, വ്യക്തമാണ്. റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ഈ ഭാരതം ലോകത്തിലെ 1-ാം സ്ഥാനത്തെത്തും. ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാകും, ഏറ്റവും വലിയ ബഹിരാകാശ ശക്തിയാകും, ഏറ്റവും വലിയ കാർഷിക ശക്തിയാകും. ഇത് പറയാൻ കഴിവുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ സ്വീകാര്യത പാർട്ടിക്ക് ലഭിക്കുകയാണ്. ഒരാഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെമ്പാടുമുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്, കാര്യാലയമാണ്. നമ്മുടെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും സംയോജിപ്പിച്ചുകൊണ്ടും ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകളും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്യേണ്ടതാണ് ഒരു ഓഫീസ്. ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഓഫീസാണ്. അമിത്ഷാ പ്രസിഡന്റായിരുന്നപ്പോൾ പാർട്ടിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഓഫീസ് ഉണ്ടാവണം, എല്ലാ ജില്ലകളിലും ഓഫീസ് ഉണ്ടാവണം, എല്ലാ മണ്ഡലങ്ങളിലും ഓഫീസ് ഉണ്ടാകണം. വളരെ വ്യക്തമായ നിർദ്ദേശമായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി വിപുലമായി വ്യാപകമായി പ്രവർത്തനം എത്തിച്ചേരുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഓഫീസുകൾ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനമെടുത്തു. അത് തീർച്ചയായും നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തനത്തിന് കരുത്ത് വെക്കും. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1 വർഷത്തിനകം നടക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്ത്, കൊടിയത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് വിജയം വരിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ വിജയ തിലകം അണിയുന്ന നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും വിശ്വാസവും ആർജിക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നമുക്കെല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു കേന്ദ്രമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന ഈ 1 വർഷക്കാലം കൊണ്ട് നമുക്കെല്ലാവർക്കും വീടാന്തരം കയറിയിറങ്ങി പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കിക്കൊണ്ട് പിന്തുണ നേടിയെടുക്കണം. നമുക്ക് വ്യക്തമായി പറയാനുണ്ട്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഭാരതത്തിൽ നേടിയെടുത്ത ഒട്ടേറെ വികസന പദ്ധതികളും ജനക്ഷേമ പരിപാടികളുമുണ്ട്. 10 വർഷം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ഒരു സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ആഹാരം, ചെയ്യാൻ തൊഴിൽ, കയറിക്കിടക്കാൻ ഒരു പാർപ്പിടം, വീടുകളിലെല്ലാം ശൗചാലയങ്ങൾ, അതുപോലെ ഗ്യാസ് കണക്ഷൻ,